ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗം കേട്ടാലോ നമുക്ക്? ആ അത്ഭുത മഴ പെയ്തൊഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഗ്രാമം ഉണർന്നത് ഒരു പുതിയ ചർച്ചാ വിഷയത്തോടെയായിരുന്നു. കത്തുന്ന വേനലിൽ അമ്മുവിൻ്റെ വീടിന് മുകളിൽ മാത്രം പെയ്ത ആ തണുത്ത മഴ. അമ്മു തൻ്റെ മുറിയിലെ ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റം ഇപ്പോഴും നനഞ്ഞു കുതിർന്നു കിടക്കുന്നു. മണ്ണിൽ നിന്ന് നല്ല ഗന്ധമുയരുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലെ ഭാരവും ആ മഴയിൽ അലിഞ്ഞു പോയതുപോലെ. കട്ടിലിരിക്കുന്ന മഞ്ഞ കരടിയെ അവൾ നോക്കി. അവൻ കണ്ണു ചിമ്മി കാണിച്ചു. ഇതൊരു തുടക്കം മാത്രമാണമ്മോ. പക്ഷേ ഗ്രാമത്തിൽ സംസാരങ്ങൾ തുടങ്ങി. അയൽവാസികൾ കൂട്ടം കൂടി നിന്ന് അമ്മുവിൻ്റെ വീടിനു നേരെ വിരൽ ചൂണ്ടി. അത് കണ്ടോ, അവിടെ മാത്രം എങ്ങനെ മഴ പെയ്തു? എന്തോ പന്തികേടുണ്ട്, നാരായണിയമ്മ മന്ത്രിച്ചു. ആളുകൾ അമ്മുവിനെ കാണുമ്പോൾ വിചിത്രമായി നോക്കാൻ തുടങ്ങി. കുട്ടികൾ അവളുടെ വീടിൻ്റെ മുന്നിലൂടെ ഓടുമ്പോൾ ഭയത്തോടെ നോക്കി. അമ്മുവിൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും തളരുന്നതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് ഈ ശ്രദ്ധ ഇഷ്ടമായില്ല. എല്ലാവരും എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്, എനിക്കത് സഹിക്കാൻ വയ്യ, അമ്മു സങ്കടത്തോടെ കരടിയോട് പറഞ്ഞു. മഞ്ഞക്കരടി ഒന്ന് ആലോചിച്ചു. അവൻ കുസൃതിയോടെ ചിരിച്ചു. അമ്മോ, ആളുകൾക്ക് അത്ഭുതങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് ഭയമാണ്. നമുക്ക് അവരുടെ ഭയം മാറ്റാം. നിനക്ക് എന്താണ് വേണ്ടത്? അമ്മു വിചാരിച്ചു, എനിക്ക് ആളുകളുടെ മുന്നിൽ ഒരു നക്ഷത്രമാവണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം. അന്ന് വൈകുന്നേരം അമ്മു മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു. അവളുടെ ചുറ്റും ആയിരക്കണക്കിന് മിന്നാമിനുകൾ പ്രത്യക്ഷപ്പെട്ടു. അവൾ നീങ്ങുന്നിടത്തെല്ലാം ആ പ്രകാശം അവളെ പിന്തുടർന്നു. അവൾ ഒരു പ്രകാശവലയത്തിൽ നിൽക്കുന്നത് പോലെ. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ ഓടിക്കൂടി. ഭയത്തിനു പകരം അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ആദരവായിരുന്നു. അമ്മു, അവളൊരു മാന്ത്രിക പെൺകുട്ടിയാണ്, കുട്ടികൾ വിളിച്ചു പറഞ്ഞു. അമ്മുവിന് സന്തോഷം അടക്കാനായില്ല. അവൾ മുറ്റത്ത് നൃത്തം ചെയ്തു. മിന്നാമിന്നികൾ അവൾക്കൊപ്പം ചുവടുവച്ചു. ആദ്യമായി അവൾക്ക് ഒരു നക്ഷത്രമായതുപോലെ തോന്നി. ആളുകൾ അവളെ സ്തുതിച്ചു. പക്ഷേ ആ സന്തോഷത്തിനിടയിൽ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. അവളുടെ മഞ്ഞ കരടി കട്ടിൽ കിടന്ന് പതുക്കെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. മാന്ത്രിക വിദ്യയ്ക്ക് ഒരു വില നൽകേണ്ടി വരുമോ? രാത്രിയിൽ മിന്നാമിന്നികൾ അപ്രത്യക്ഷമായി. ആളുകൾ പിരിഞ്ഞുപോയി. അമ്മു സന്തോഷത്തോടെ മുറിയിലേക്ക് ഓടിക്കയറി. നീ കണ്ടോ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, അവൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ മഞ്ഞക്കരടി അനങ്ങിയില്ല. അവൻ്റെ കണ്ണുകളിലെ തിളക്കം മങ്ങിയിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, അമ്മു, നിന്റെ ഓരോ സ്വപ്നവും സ്വന്തമാക്കാൻ ഞാൻ എൻ്റെ മന്ത്രശക്തി ഉപയോഗിക്കുന്നു. പക്ഷേ എൻ്റെ ശക്തിക്ക് ഒരു പരിധിയുണ്ട്. അമ്മു ഞെട്ടിപ്പോയി. അവളുടെ സന്തോഷം പെട്ടെന്ന് ഭയമായി മാറി. അവൾ ആ കരടിയെ ചേർത്ത് പിടിച്ചു. ഈ മാന്ത്രിക വിദ്യ അവളുടെ സുഹൃത്തിനെ ഇല്ലാതാക്കുമോ? അമ്മുവിൻ്റെ മാന്ത്രിക പാവയ്ക്ക് എന്ത് സംഭവിക്കും? അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.